ഖദറുഹാ. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ന് ചൊല്ലേ അല്ലാഹു സുബ്ഹാനഹു വ തആല നിഅമത്തിനെ നിങ്ങൾ എണ്ണി കണക്കാക്കുന്നുണ്ടായെങ്കിൽ അത് നിങ്ങൾക്ക് കണക്കാക്കാൻ സാധ്യമല്ല. ആ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്ന നിഅമത്തിനെ ഞാൻ യൂസ് ആക്കിയിട്ട് ನನ್ನ ಜೀವಿತ ಓರೋ ಸೆಕೆಂಡ್ ಓರೋ ನಾಲ್ 300 പോയതുണ്ടോ അല്ലേ? ആ 300 പോണ ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെട്ട എന്ത് അമലാണ് ആക്കിനെ ചൊന്തുലെ ഒരു വിചാരണ ഒരു മനുഷ്യ സ്വന്തനാണ് ആക്കണം. നന്റെ അമല് കുന്തുകൊറത്തുണ്ടു, നന്റെ ഇഖ്ലാസ് കൊറത്തുണ്ടു. ചൊന്തായെങ്കിൽ അത് നക്ക് ഗൊന്തായി തിരുവലിക്ക് വന്നേണ്ടായെങ്കിൽ ನಾನು ಅದರ ತಿದ್ದಿತಿ ನಂದೆ ನಲ್ಲ ಯಥಾರ್ಥമായ ജീവിതത്തിൽ ನಾನು മുന്നോട്ട് അല്ലാഹുവൊട്ടിಗೆ ഇസ്തിഗ്ഫാർ ആക്കുന്നു. ദിനരാത്രിയിൽ നാ ജാവും പോലും അല്ലാഹുവൊട്ടിಗೆ കേദിച്ച് മടങ്ങനെ പോലത്തെ ഒരു മനസ്സിനെ നല്ലതായിട്ട് തീരുന്നു. അല്ലാഹുവിനെ വിചാരിച്ചിട്ട് കണ്ണി തന്നെ ഇത്തുവാട്ട പോലത്തെ ഒരു മനസ്സിനെ അവകാശിയായ ആത്മാരായിട്ട് ഞങ്ങൾ തീനെന്തായ മാത്രമേ ഞങ്ങൾ പരലോകത്തിൽ വിജയിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചൊല്ലാണ്? യൗമ യബ്അസുഹുമുല്ലാഹു ജമീഅ فينبئهم بما عملوا أحصاه الله ونسوه والله على كل شيء شهيد. റബ്ബ് സുബ്ഹാനഹു വ തആല ചൊല്ലുന്ന പലക യൗമ യബ്അസുഹുമുല്ലാഹു ജമീഅ. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ പരലോകത്തെ എല്ലാ ആളുമാരെയും എൻപാട്ടിട്ട് ഒന്നാക്കി തന്നെ എൻപാട്ടാണ്. ബിമാ അമിലു അതിൽ പിന്നെ അണ്ടത്തെ നാല് നിങ്ങൾ എന്തിനെ പ്രവർത്തിച്ചാലും ചൊല്ലുന്ന എല്ലാ വിചാര കൈ കണക്കും നിങ്ങളെ മുന്നോട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ മുന്നോട്ട് കൊമന്ത് തന്നാണ്. അഹ്സാഹുല്ലാഹു അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം എണ്ണി കണക്കാക്കിട്ട് വെച്ചിരിക്കുകയാണ്. ആയ വനസു അങ്ങ് അതിനെ മറന്നുതിക്கிறாங்க. മനുഷ്യന്മാര് ഞങ്ങൾ എന്തിനാ ആക്കിനാ ചൊല്ലും അങ്ങ് സ്വന്തം മറന്നുതിക്கிறாரு. വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഷഹീദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാത്തിനും മേലും സാക്ഷിയായിരിക്കുകയാണ് റബ്ബ് സുബ്ഹാനഹു വ തആല. ചിലപ്പോഴും ഞങ്ങൾ ഗഫ്ലത്തിലായിരിക്കും. കാരണം ഞങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അസ്മാ വ സിഫാത്ത് ഞങ്ങൾ മറന്നത് കാരണമായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല സിഫത്ത് ആയിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹയ്യും ഖയ്യൂം ആയിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബീർ ആയിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ലതീഫ് ആയിരിക്കും. എല്ലാ വിഷയത്തിലും എന്തിനെ ബിയാരിക്കാറ് എവിടെ ഉള്ളാറ് ഏത് സ്റ്റെപ്പ് എവിടെ മുന്നോട്ട് വയ്ക്കാറ് ചൊല്ലില്ലേ പ്രതി ഒരു വിചാരണ അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ പരലോകത്തിൽ എടുത്തിട്ട് നിങ്ങളെ മുന്നോട്ട് കാട്ടുന്ന പോലത്തെ ഒരു സന്ദർഭം നിങ്ങളെ മുന്നോട്ട് സഹോദരന്മാരെ. ആ സന്ദർഭത്തിൽ കഴിച്ച് ഞങ്ങൾ അണ്ട് കേദിക്കുക ആ പരലോകത്തിൽ ഞങ്ങൾ വിരൽ കടിക്കുക. ആ പരലോകത്തിൽ യാ റബ്ബേ ഞാൻ ഇത്രല്ല അമലാക്കിട്ട് ഒരു മനുഷ്യന്റെ വിഷയത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലു ലോസായ മനുഷ്യ ആരെയും ചൊല്ലുന്നു നിങ്ങൾക്ക് ഗൊത്തുണ്ടാ? അതദറൂന മൽ മുഫ്ലിസ് നിങ്ങൾക്ക് ലോസായ പോലത്തെ ആരും നിങ്ങൾക്ക് ഗൊത്തുണ്ടാ? അപ്പൊ സഹാബിമാർ ചൊല്ല യാ റസൂലുള്ളാഹ് ഞങ്ങളെ കണക്കിൽ ലോസായ ആള് ചൊന്നിട്ടായെങ്കിൽ കാശില്ലാത്തവണു സാമ്പത്തികമായിട്ട് എന്തും ഇല്ലാത്തവണു അവമില്ലാത്ത ദാരിദ്ര്യത്തിൽ ഇക്രവണായി തിക്രാണ് ഞങ്ങളെ കണക്കിൽ ഞങ്ങൾ ലോസായി തിക്രവണു ചൊത്ത് ഞങ്ങൾ വിചാരിക്കുന്നേ. അപ്പ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലേ നന്റെ ഉമ്മത്തിൽ ലോസ് ആയിട്ടിക്രവണു ചൊന്നതായി അവനല്ല നാളെ പരലോകത്തിൽ വരുമ്പത്തു അവൻ ഒരുപാട് നിസ്കാരമായിട്ട് വരുവാണ്, ഒരുപാട് നോമ്പും ഒരുപാട് സക്കാത്തും കൊണ്ട് മുന്നോലിക്കൂ. ആയെങ്ക അവನು ഇനിയൊരുത്തരെ പരദൂഷനാക്കി തിക്കുവാണ്, ഗീബത്ത് ചൊന്നോദിക്കുവാണ്, നമീമത്ത് ചൊന്നോദിക്കുവാണ്, ഇനിയൊരാളെ അഭിമാനത്തിൽ ഭംഗാക്കി തിക്കുവാണ്, ഇനിയൊരാളെ വഞ്ചനാക്കി തിക്കുവാണ്. ഇങ്ങനെ അവന്റെ ഒരുപാട് മുആമലാത്തില് ആത്മാരൊട്ടിಗೆ ഇടപാടില് അവന്റെ ക്ലിയറൻസ് സിക്കല. അങ്ങനത്തെ അവസ്ഥയിൽ അവന്റെ പരലോകത്ത് അവന്റെ മുന്നോട്ട് നിപ്പാടിച്ച് അവന് ആർക്കല്ല അവന്റെ ഹക്ക് കൊടുക്കുക ബാക്കിയുണ്ട അങ്ങക്ക് എല്ലാ ആളുമാർക്കും അവന്റെ അമൽ എടുത്തിട്ട് അവൻ അങ്ങ് കൊടുക്കപ്പെട്ടത്. അതിൽ പിന്നും ഓണ് പരാജയത്ത് ഓണ് കാലിയെത്തിക്കാണ് ആയ ഓണ് കൊടുക്കുക ഹക്കുദാരന്മാരായ ആൾമാർ പിന്നെയും അങ്ങനെ അവന്റെ മുന്നോലിക്കാറ്. അപ്പൊ അവൻ അങ്ങാക്കിയ ബെടക്ക് തരത്തെ എടുത്തിട്ട് ഓന്റെ തലനെ മേലെ ഇട്ടിട്ട് ഓന്റെ നരകത്ത് കൊണ്ടുപോയി എന്നെ പോലത്തെ ഒരു ദാരുണമായ ഒരു അവസ്ഥ എത്തിക്കറ് സഹോദരന്മാര് കാണുമ്പോണ്ടേ. അപ്പൊ ഒരുപാട് ഞങ്ങൾ അമലാക്ക ഞങ്ങളുടെ ജീവിതത്തിൽ സത്കർമ്മ ആക്കിയതായെങ്കിലും സഹോദരന്മാരെ ഞങ്ങളെ എടപ്പാട് ഞങ്ങൾ ആൽമാരൊട്ടികളെ പലക്ക ഞങ്ങളുടെ ജീവിതത്തിലുള്ള ഓരോ ചരണ വരണലും ഞങ്ങൾ ഭയങ്കരമായ സൂക്ഷ്മമായ ഒരു വിചാരണ അതിന്റെ വിഷയത്തിൽ ഞങ്ങൾ കംപ്ലീറ്റ് ഒരു
ഞങ്ങൾ മുന്നോട്ട് വെച്ചെന്തായി മാത്രമേ ഞങ്ങളുടെ ജീവിതത്തിൽ നല്ലാവും. അതല്ലെന്തായെങ്കിൽ ഞങ്ങൾ നോമ്പ് പിടിച്ചിട്ട് ഞങ്ങൾ നിസ്കരിച്ചിട്ട് ഞങ്ങൾ ഇബാദത്ത് എടുത്തിട്ട് ആൽമാരൊട്ടികളിലെ മുആമലാത്ത് സമയമില്ല, ആൽമാരെ പരദൂഷണ, ആൽമാരൊട്ടികളിലെ ഗീബത്ത് നമീമത്ത്, അതേപോലെ കലവും വഞ്ചകം ഹക്ക് ഇടപാടിൽ ബാറ്റും ഇങ്ങനെ എല്ലാമായിട്ട് ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടെത്തായെങ്കിൽ പരലോകത്തിൽ അതേറ്റിക്കും ഞങ്ങൾക്ക് പരാജയത്തിന് കാരണം. അണ്ടത്തെ 4 മനുഷ്യന്മാരെ മുന്നോട്ട് അവന് ആക്കിയ അമറിന്റെ കിതാബ് എടുത്ത് കൊടുക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വിഷയത്തെ ഞങ്ങൾ മുന്നോട്ട് ചൊല്ലാണ്. വൗളിയൽ കിതാബു ഫതറൽ മുജ്രിമീന മുശ്ഫിഖീന മിമ്മാ ഫീഹി വയഖൂലൂന യാ ലൈതനാ. മനുഷ്യരെ മുന്നോട്ട് അവന് ആക്കി അവൻ നല്ല വെടുക്കാക്കി ആ ഒരു രേഖ കിതാബിലെടുത്ത് കൊടുക്കുമ്പോൾ അപരാധിയായ ആൾമാർ പേടിച്ചിട്ട് അങ്ങനെ നോക്കി തങ്ങൾ ചൊല്ലുവാറ് ഞങ്ങൾ എന്തൊരു നാശമേ മാലി ഹാദൽ കിതാബ് എന്തൊരു ഇതിൽ ഒന്നും ചെറിയതും വലിയതും ബാക്കി വെച്ചിട്ടില്ലല്ലേ ചൊന്തു അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങൾ മുന്നോട്ട് ചൊല്ലുവാറ്. അപ്പൊ അണ്ടത്തെ 4 മനുഷ്യന്മാര് സഹോദരന്മാരെ കേടിക്கிறார். അണ്ടത്തെ 4 ഞങ്ങൾ കേടിക്கிறார். അപ്പൊ അണ്ടത്തെ 4 പണ്ട് മുന്നോറും ഈ ഒരു തിങ്ങളിൽ ഞങ്ങളുടെ ജീവിതത്തെ സംസ്കരിച്ചിട്ട് എടുക്കണം. പിന്നെ ഞങ്ങളെ മരണത്തോളം ആ ജീവിതത്തെ സംസ്കരണമാക്കിയപ്പോൾ ആ ഒരു പണി ഞങ്ങൾ ഈ ദുനിയാവിന് മേലെ അള്ളാഹുവായിട്ട് അധ്വാനിച്ചിട്ട് ഞങ്ങൾ ഈ ദുനിയാവിനെ ഞങ്ങളുടെ ജീവിതത്തെ ഞങ്ങളെ കൽബ് ഞങ്ങൾ ഇത് സംസ്കരിച്ച് എട്ടെന്തായെങ്കിൽ പിന്നെ അതോടുകൂടി ഞങ്ങൾ മരണത്തോളം ഞങ്ങളെ പിടിച്ചിരിപ്പാട്ടുള്ള ശ്രമം ഞങ്ങളുടെ ഭാഗത്തിൽ നിന്ന് ഉണ്ടാവണം. ഞങ്ങളുടെ സൈഡിൽ നിന്ന് ഉണ്ടായാൽ മാത്രമേ ഞങ്ങൾ യഥാർത്ഥമായ മുത്തുമായ ഇന്നായ ആ കൽബിലെ ആൽമാറയിട്ട് ഞങ്ങൾ മരിച്ചു പോകണം സാധ്യമാവും. സഹോദരന്മാരെ ഞങ്ങൾ മനസ്സിലാക്കണം. ഒരു സ്വഹാബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരൊട്ടിಗೆ ಬಂದು സ്വഹാബി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരൊಟ್ಟಿಗೆ ಬಂದು ചൊല്ലുറേ യാ റസൂലുള്ളാഹ് നണ്ടൊട്ടിಗೆ ಕೊರೆ പണിയുള്ള ആൾമാരുള്ള അങ്ങ് ചില തപ്പാക്കറ. അപ്പൊ ഞാൻ ആ തപ്പുക്കു അതിന് തക്കതായ ശിക്ഷ ഞാൻ കൊടുക്കുറേ. യാ റസൂലുള്ളാഹ് പരലോകത്തിൽ ഈ ഒരു വിഷയത്തിൽ എന്റെ പരലോകത്തിൽ വിചാരണയാക്കപ്പെടുക. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലുറേ നീന് കൊടുക്കുற ശിക്ഷ അങ്ങ് ആക്കി തപ്പുറതിരകാട്ടി കൊറോടിയെത്തിനെന്തായെങ്കിൽ അള്ളാഹുവിന് മുന്നോട്ട് വലിയൊരു സ്ഥാനമാണ്. അല്ലെന്തായെങ്കിൽ നീന് കൊടുക്കുற ശിക്ഷ അങ്ങ് ആക്കി തപ്പുറതിരകാട്ടി യാറെത്തിനെന്തായെങ്കിൽ അതിലെ വിഷയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്നെ ശിക്ഷിക്കപ്പെടുകയും ചൊല്ലുന്നു. ഇത്തരത്തിലുള്ള ഗൗരവമുണ്ട് വിഷയത്തിൽ. സഹോദരന്മാരെ സ്വഹാബിമാർക്ക് അങ്ങനെ ജീവിതത്തിൽ അളവത്ത് കേൾക്കില്ലേ യാ റസൂലുള്ളാഹ് എനിക്ക് പരലോകത്തിൽ വിജയം കിട്ടുന്നതായി ഇങ്ങനെയൊക്കെ എന്തായി എനിക്ക് പരലോകത്തിൽ സ്വർഗ്ഗം കിട്ടുക ഇങ്ങനെയൊക്കെ എന്തായാലും നരകത്തിൽ നിന്ന് രക്ഷപ്പെടുവേ ചൊല്ലുല്ലേ. അങ്ങനെ ഒരു പേടിയേക്കിട്ട് അവർ അള്ളാഹുവിന്റെ സ്വർഗത്തിൽ എത്തണുണ്ടായെങ്കിൽ ഞാൻ എന്തിനാക്കുന്നു ഞങ്ങൾ എന്തിൽ നിന്ന് തടയണു ഞങ്ങളുടെ ജീവിതം എങ്ങനെ മുന്നോട്ട് പോകൊണ്ട് ചൊല്ലുല്ലേ ഒരു കേറി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ വ്യക്തിയുടെ മുന്നോട്ട് സ്വഹാബിയുടെ മുന്നോട്ട് ആയത്ത് ഓതി കൊടുക്കുക എന്താ ചൊന്നെന്തായെങ്കിൽ وَنَضَعُ الْمَوَازِينَ الْقِسْطَ لِيَوْمِ الْقِيَامَةِ فَلَا تُظْلَمُ نَفْسٌ شَيْئًا. നാളെ പരലോകത്തിൽ ഒരു ന്യായപൂർണമായ ഒരു തിരാസനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വെക്കിരെ ഒരു നഫ്സിന് മേലും അണ്ട് അതിക്രമം അന്യായ ആവല. وَإِنْ كَانَ مِثْقَالَ حَبَّةٍ مِّنْ خَرْدَلٍ أتينا بها وكفى بنا حاسبين. الله سبحانه وتعالى سورة الأنبياء 47ാമത്തെ ആയത്തിൽ ചൊല്ലി ആ ആയത്തിൽ ഓതിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലു ഒരു മനുഷ്യ കടുകുമണിയത്ര ബെഡ്കായതായും ബെഡ്കാക്കി തിന്നതായും അതിന്റെ ശിക്ഷ അവൻ നാളെ പരലോകത്തിൽ കാണാൻ സാധ്യമാവും. ഹിസാബ് എടുത്തുകൊണ്ട് ഞങ്ങമേ മയ്യാവും ചൊല്ല് അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊല്ലാണ്. അപ്പൊ ആ ഒരു ജീവിതത്തിലേക്ക് ഞങ്ങൾ എന്റെ വിചാരിക്കുന്ന അൽഹംദുലില്ലാ ഞങ്ങൾ എങ്ങനെ വാർത്തൂർ ഖുർആൻ ക്ലാസ്സിൽ ഞങ്ങൾ പോകണ്ട. പിന്നെ ഞങ്ങൾ സാധാരണ എന്ത് വിഷയത്തിൽ ഞങ്ങൾ ഭാര്യ സലഫി ചൊന്തു ഞങ്ങൾ തൗഹീദുല്ല ചൊന്തു അവകാശപ്പെടില്ല. ഇനി എന്തും ഞങ്ങൾക്ക് പ്രോബ്ലം ഇല്ല. ചെറിയ തപ്പി ആനക്കൊറടി എന്തായാലും അപ്പറ ഇപ്പറ ബഡ്ഡിയ പിന്നൊന്നാ ലഞ്ചമ്മ എന്തായാലും അതൊന്നും അങ്ങനെ ഇല്ല എങ്ങനെ ജീവിക്കപ്പോ ചൊത്തില്ല ഒരു ധാരണല് ചമ്മ ആൽമാർ എന്തിനു വിചാരിക്കാറ് നാനെ പര്യാപ്തപ്പെടുത്തുന്ന പോലത്തെ ഒരു അഹങ്കാരം ഒരു ദർപ്പ മനുഷ്യരെ ഇന്ന് നശിപ്പിക്കപ്പെടേ. സഹോദരന്മാരെ ഈ ജീവിത ഇതേറ്റിക്കൽ ഞങ്ങൾ പരലോകത്തിൽ പരാജയാകെ എന്തുകൊണ്ടു മഹാന്മാരായ അംബിയാ മുർസലീങ്ങളുടെ വിഷയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊല്ലുന്നു ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആര് അല്ലാഹു സുബ്ഹാനഹു വ തആല
ഒരു ഉമ്മത്ത്, ഒരു വ്യക്തി, ഒരു ഉമ്മത്ത് ചൊന്ന് വിളിച്ച പോലത്തെ ഒരു ആലയത്തിക്ര ഇബ്രാഹിം നബി അലൈഹിസ്സലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് മാത്രമല്ല, ഖാല ഇന്നി ജായിലുക ലിന്നാസി ഇമാമ, ഞാൻ നിങ്ങളെ എല്ലാ മനുഷ്യന്മാർക്ക് ഇമാമായിട്ട് നിശ്ചയാക്കാൻ ചൊന്നു. ആ പേരെടുത്ത് പോത്തെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അല്ലാഹുവൊട്ടിಗೆ ദുആ അല്ലാഹുവൊട്ടിಗೆ ചൊന്നു, വജഅൽനി മിൻ വറസതി ജന്നത്തിൻ നഈം, പടച്ച റബ്ബേ നീ എൻ്റെ ജന്നത്തിലെ സ്വർഗ്ഗത്തെ വാരിസു ഉത്തരാധികാരിമാരെ കൂട്ടത്തിൽ നന്റെ പെടുത്തു റബ്ബേ, വലാ തുഖ്സിനി യൗമ യുബഅസൂൻ, നന്റെ പരലോകത്തിൽ നീ അപമാനത്തിൽ ആക്കണ്ട റബ്ബേ, യൗമ ലാ യൻഫഉ മാലു വലാ ബനൂൻ, അണ്ടത്തെ നാല് സമ്പത്താവട്ട സന്താനാവട്ട ഉപകാരത്തിന് കിട്ടാത്ത പോലത്തെ ആ ഒരു നാല് നന്റെ നീ അപമാനത്തിൽ ആക്കണ്ട ചൊന്നു മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ദുആർക്കുന്ന സഹോദരന്മാരെ, ഞങ്ങ എന്തിനെ ഞങ്ങ എവിടുള്ള ഞങ്ങ അല്ലാഹുവിന്റെ ദീനിനെ എത്ര പ്രവർത്തിച്ചില്ല, ഞങ്ങളുടെ ഇബാദത്തിന്റെ അവസ്ഥ എന്തിനെ, ഞങ്ങളുടെ നോമ്പിന്റെ അവസ്ഥ എന്തിനെ, ഞങ്ങളുടെ ദാനധർമ്മത്തിന്റെ അവസ്ഥ എന്തിനെ, ഞങ്ങൾ എന്തിനെ അവകാശപ്പെട്ട നാളെ സ്വർഗത്തിൽ ഞങ്ങൾ എത്തുക, ആ സ്വർഗത്തിൽ ഞങ്ങൾക്ക് ഒരു സ്ഥാനമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല തറു ചൊല്ലുകൊള്ള ഗ്യാരണ്ടി എന്തിനെ സഹോദരന്മാരെ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം പോലും ആ പരലോകത്തിന് പേരുമായിട്ട് അല്ലാഹുവിനൊട്ടിಗೆ ദുആ ചെയ്തു. മാത്രമല്ല സൂറത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ വിഷയത്തിൽ ചൊല്ലു നോക്കൂ. യൂസുഫ് നബി അലൈഹിസ്സലാം അല്ലാഹു സുബ്ഹാനഹു വ തആല അധികാരം കൊടുത്തു. അല്ലാഹുവിനെ പേടിച്ചിട്ട് ഈ ദുനിയാവിൽ ജീവിച്ചിട്ട് എന്ത് ബർക്കത്താത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യഭിചാരത്തിന് ഒരു സുശീലയായ ഒരു നല്ല ചന്തത്തെ റാണിയായ അരമനയിൽ ദയിക്കും നല്ല അവകാശം കിട്ടിയ പോലത്തെ മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം അല്ലാഹുവിനെ ശരണം തേടുക, അല്ലാഹുവൊട്ടിಗೆ ನಾನು ರಕ್ಷೆ ತೇಡುವ ಚೊಂತು ಆ ಬೆಳಕುತರത്തിൽ ನಿಂತು ಅಲ್ಲಾಹುವೈತೆ ಪೆರೋಜಾರಿ ಹೋದ ಯೂಸುಫ್ ನಬಿ ಅಲೈಹಿಸ್ಸಲಾಂ ಅಲ್ಲಾಹುವೊಟ್ಟಿಗೆ ದುಆ करे, ರಬ್ಬಿ قد آتيتني من الملك وعلمتني من تأويل الأحاديث, ರಬ್ಬೇ ನೀನಕ್ಕೆ ಅಧಿಕಾರ ತಂದೆ, ಸ್ವಪ್ನಕ್ಕೆ ವ್ಯಾಖ್ಯಾನ ಹಾಕರೆ போತೆ ಇಲ್ಮುನೆ ನೀನು ತಂದೆ, ಫಾತಿರ ಸಮಾವಾತಿ ವಲ್ ಅರ್ದ್, ಆಕಾಶ ಭೂಮಿನೆ ಪಡಿಸ ರಬ್ಬೇ ಅಂತ ವಲಿಯಿ ಫಿ ದುನ್ಯಾ ವಲ್ ಆಖಿರಾ, ನೀನೈತಿಕ್ರ ನನ್ನ ಸಹಾಯ ಈ ದುನಿಯಾವರ ಮೇಲೂ ಆಖಿರತುಲುಂ ನೀನೈತಿಕ್ರ ನನ್ನ ಸಹಾಯ, ತವಫನಿ ಮುಸ್ಲಿಮನ್ ವಅಲ್ಹಿಕ್ನಿ ಬಿಸ್ಸಾಲಿಹೀನ್, ಪಡಿಸ ರಬ್ಬೇ ನೀ ನನ್ನ ಮುಸ್ಲಿಮೈಟ್ ಮರಿಪಾಟ ರಬ್ಬೇ ನನ್ನ ಸ್ವಾಲಿಹೀಗಳ കൂട്ടത്തിൽ പെടുത്ത റബ്ബേ ചൊല്ലുന്നു. മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം അല്ലാഹുവെ ഈ ദുനിയാവിലെ മേൽ സകല സുഖ സൗകര്യത്തെയും ത്യാഗാക്കിട്ട് ജയിൽ സമാജത്തു അതിന് സമയത്ത് വിജയായ പോലത്തെ ആ മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം അല്ലാഹുവിനെ മുന്നിൽ ദുആ ചെയ്തു, അല്ലാഹുവൊട്ടിಗೆ മുസ്ലിമായിട്ട് മരിപ്പാട്ട് റബ്ബേ ನನ್ನ സ്വാലിഹീಗಳ കൂട്ടത്തിൽ പെടുത്ത റബ്ബേ ചൊല്ലുന്നു. ദുആ ചെയ്ത യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം ഖുർആൻ ഓതുല്ലേ, ആ എത്ര ആയത്ത് ഞങ്ങളുടെ ജീവിതത്തെ സ്വാധീനമാക്കിയിട്ട് ഞങ്ങളെ ബെടുക്കി